അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 ചൊവ്വാഴ്ച. വീണ്ടും യുദ്ധം. അമേരിക്ക ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തി. ഗോരഖ് നഗരത്തിലെയും കൃഷ്ൺ ദ്വീപിലെയും റഡാർ ഡ്രോൺ സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. തൊട്ടുപിറകെ ഇറാൻ US താവളങ്ങൾക്ക് നേരെ പ്രത്യാക്രമണവും നടത്തി. ഇറാൻ കുവൈറ്റിലും ഇസ്രായേൽ ലബനനിലും ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിലെ എല്ലാവരോടും ഒഴിഞ്ഞു പോകണമെന്ന് ഇറാൻ അന്ത്യശാസനം നൽകി. ഈ പ്രദേശത്ത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ വീണ്ടും ചതിച്ചു. ഇന്നലെ മുതൽ സജ്ജമാകുമെന്നാണ് CBSE അധികൃതർ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ മാസം 19 മുതൽ പോർട്ടൽ അവതാളത്തിലായിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ മാത്രമല്ല, മാതാപിതാക്കളും കടുത്ത ആശങ്കയിലാണ്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പദ്ധതിയായ തൂഫാൻ ഇന്നു മുതൽ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. 10 വർഷത്തിനിടെ 554 കോടി രൂപയുടെ രാസലഹരി പിടികൂടുകയും 48,371 കേസുകളെടുക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ രാസലഹരി വ്യാപനം തടയാനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 വർഷം മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പ്രവേശനോത്സവ ദിനത്തിൽ തകർന്നു വീണു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. വൈകിട്ട് 5:30-യോടെയാണ് അപകടമുണ്ടായത്. സ്കൂളിൽ ആരുമുണ്ടായിരുന്നില്ല. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന താരങ്ങളുടെ ഇടപെടൽ വൈകരുതെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. താരസംഘടനയിലാണ് കുറെ പ്രശ്നങ്ങളുള്ളത്. സർക്കാരിന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. എന്നാൽ സർക്കാർ വേണ്ട ഘട്ടത്തിൽ ഇടപെടും. സിനിമാ മേഖലയിലെ സംഘടനാ ഭാരവാഹികളുടെ യോഗം ഇന്ന് വൈകുന്നേരം ചേരുന്നുണ്ടെന്നും മന്ത്രി വിഷ്ണുനാഥ് അറിയിച്ചു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിൽ അറ്റകുറ്റപ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. പാലം ബുധനാഴ്ചയോടെ പൂർണ്ണമായും തുറന്നുകൊടുക്കാനാകും. ബെയറിംഗ് മാറ്റിയ ശേഷം എക്സ്പാൻഷൻ ജോയിന്റ് നേരെയാക്കൽ ഞായറാഴ്ച പൂർത്തീകരിച്ചു. കോൺക്രീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൊബൈൽ ഫോൺ നമ്പർ കട്ട് ചെയ്തു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അനുവദിച്ച നമ്പറാണ് കട്ട് ചെയ്തത്. 10 വർഷമായി ഉപയോഗിച്ച നമ്പറാണ് ഇത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ മുദ്രാവാക്യമൊഴുക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസിൽ തിരിമറി നടത്തിയ കൊല്ലം RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചാത്തന്നൂർ മീനാട് സ്വദേശി അജയകുമാറിനെ സസ്പെൻഡ് ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഒരു സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിന് നൽകി തിരിമറിക്ക് ഒത്താശ ചെയ്തതിനാണ് നടപടി. വിരമിക്കാനിരിക്കെയാണ് നടപടി. മിൽമ പാൽവില കൂട്ടിയ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാർ പ്രയാസപ്പെടുമ്പോൾ വിലക്കയറ്റം അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല. എന്നാൽ ക്ഷീര കർഷകർക്ക് ന്യായമായ വില നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കെയർ പദ്ധതിയുടെ പേരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത സ്കൂൾ ബാഗുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെയും ചിത്രം പതിപ്പിച്ചത് വിവാദമായി. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ നിർധനരായ കുട്ടികൾക്കാണ് സ്കൂൾ ബാഗും നോട്ട്ബുക്കും വിതരണം ചെയ്തത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ കൂടുതൽ ഗുരുതര പരാതികൾ.
ആദ്യ ഭാര്യ ആമിനയുടെ സഹോദരന്റെ മുങ്ങിമരണത്തിലും അഷ്കറുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന മറ്റൊരു യുവതിയുടെ മരണത്തിലും അഷ്കറിന് പങ്കുണ്ടെന്നാണ് സംശയം. അഷ്കറിനെതിരായ പരാതികളിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വിമർശിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയും ഇടിമിന്നലും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന കൊല്ലം സ്വദേശി കട്ടിലിൽ നിന്ന് താഴെ വീണ് മരിച്ചു. പടപ്പക്കര ലെനിൻ ഭവനത്തിൽ വിൽഫ്രഡാണ് മരിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. വിൽഫ്രഡിന്റെ മകൻ ലെനിൻ നൽകിയ പരാതിയിലാണ് കേസ്. മുഖ്യമന്ത്രിയല്ല, താൻ മുഖ്യ സേവകനാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. തിരുച്ചിറപ്പള്ളിയിലെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെ എല്ലാവർക്കും നന്ദി. എൻ നെഞ്ചിൽ കുടിയിരിക്കും തമിഴക മക്കൾ എന്നാണ് വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ 2 ദിവസം കാത്തിരിക്കൂ എന്ന പ്രതികരണവുമായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. പാർട്ടി പതാകയില്ലാത്ത കാറിലെ യാത്രയും അനുയായികളുടെ പോസ്റ്ററുകളും പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചനയാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആഭ്യന്തര അന്വേഷണം തുടങ്ങി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകേണ്ട സൈറ്റ് ഇതുവരെ പ്രവർത്തനക്ഷമമായില്ല. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ടെൻഡറിൽ വൻ അഴിമതി നടന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CBSE പരീക്ഷാഫല പ്രശ്നങ്ങളും യുവജനങ്ങളോടുള്ള ദ്രോഹമാണെന്ന് ചൂണ്ടിക്കാട്ടി കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ സമരത്തിന്. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരമിരിക്കുമെന്ന് അമേരിക്കയിലുള്ള പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ. ജൂൺ 6-ന് താൻ ഡൽഹിയിലെത്തുമെന്നും സമരത്തിന് പോലീസിന്റെ അനുമതി തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യ ആഭ്യന്തര വിമാന സർവീസുകളിൽ 22% വരെ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ നിയന്ത്രണം. വിമാന ഇന്ധനമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്റെ വിലയും പ്രവർത്തന ചെലവും വർദ്ധിച്ചതാണ് കാരണം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് പകരം എഥനോൾ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റവുകൾ ഉടൻ പുറത്തിറങ്ങും. വാണിജ്യ LPG വില കുതിച്ചുയരുന്നതിനാൽ ഹോട്ടൽ ഉടമകൾക്കും മറ്റു ഉപഭോക്താക്കൾക്കും എഥനോൾ സ്റ്റവുകൾ ആശ്വാസമാകും. ലഡാക്കിൽ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് തടയാൻ മദ്യനയം ഉദാരമാക്കി. കൂടുതൽ മദ്യശാലകൾ തുറക്കാൻ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അനുമതി നൽകി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ പുതിയ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളി മേജർ ജനറൽ റേച്ചൽ തോമസ് ചുമതലയേറ്റു. 4 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിനു ശേഷം മെയ് 31-ന് വിരമിച്ച മേജർ ജനറൽ PV ലിസമ്മ വിരമിച്ചൊഴിവിലാണ് നിയമനം. വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഗുജറാത്തിൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായ അശ്വിൻ ബി ചൌധരി അനധികൃത ആസ്തികളുമായി വിജിലൻസിന്റെ പിടിയിലായി. 2 കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് പിടിയിലായത്. ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് 5.5 ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. അമേരിക്കയുമായി ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഇറാൻ. സൈനിക നീക്കങ്ങളെ തുടർന്ന് സംഘർഷം രൂക്ഷമായതിനാൽ ചർച്ചയെല്ലാം നിർത്തിവച്ചെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഗൾഫിലെ 20 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നാശനഷ്ടം വന്നതായി റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവന്ന വീഡിയോകളും വിശകലനം ചെയ്ത് BBC-യാണ് റിപ്പോർട്ട് ചെയ്തത്. US താവളങ്ങളിലെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, റഡാറുകൾ എന്നിവയ്ക്ക് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഇന്ത്യയിൽ സി എന്റർടൈൻമെന്റിന്റെ പുതിയ കായിക ചാനലായ യുണൈറ്റ് 8 സ്പോർട്സ് വഴി തത്സമയം കാണാം. 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾ C5 OTT പ്ലാറ്റ്ഫോമിലും തത്സമയം സ്ട്രീം ചെയ്യും. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾ ജൂൺ 11-ന് ആരംഭിച്ച് ജൂലൈ 19-ന് അവസാനിക്കും.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.